നമസ്കാരം. കഴിഞ്ഞ ഏതാണ്ട് 3 വർഷമായിട്ട് തൃക്കരിപ്പൂരം കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ ഭാര്യാപിതാവ് കൂടിയായ ശ്രീ കെ എം മാണിയുടെ നാമധേയം നടത്തി വരുന്ന സിവിൽ സർവീസ് കോച്ചിങ് 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ താൽക്കാലികമായി അതിന് ഒരു വിരാമം ഇടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 6, 7, 8, 9 3 ക്ലാസ്സുകളിലെ 180 വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും ചേരുന്ന ഒരു സമ്മേളനമാണ് നമ്മുടെ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശത്ത് അതിൻ്റെ പുറകിലായി മുഞ്ഞമ്മൽ പ്രൈമറി സ്കൂൾ സെക്ഷനിലെ ആ വലിയൊരു ഓഡിറ്റോറിയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 3 വർഷമായിട്ട് ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമാണ് ഈ കോഴ്സിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. ഓരോ കുട്ടിയും ഓരോ വർഷം 60 പേര് എടുക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു എഴുത്ത് പരീക്ഷയും 600, 700, 800 പേര് എഴുതുന്ന കുട്ടികൾ എഴുതുന്ന എഴുത്ത് പരീക്ഷയിൽ നിന്ന് 100 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഒരു ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് ആണ് ഈ 60 പേരെ ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 180 കുട്ടികളെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ പരിശീലനം. സിവിൽ സർവീസിന് ഒരു ആശയം അവരുടെ മനസ്സിൽ ഇട്ടുകൊണ്ട് ആ ആശയം വരുന്ന വർഷങ്ങളിൽ വളർന്ന് പൂത്ത് അവർ IAS അല്ലെങ്കിൽ സിവിൽ സർവൻസ് ആകും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഈ ട്രെയിനിങ്, ഈ പരിശീലനം ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ 180 കുട്ടികളിൽ നിന്ന് 1, 2 പേര് മാത്രമല്ല, ഒരു 5-10 പേരെങ്കിലും വരുന്ന 10 വർഷങ്ങളിൽ IAS, IPS, മറ്റ് സിവിൽ സർവൻസ് ആകും എന്നുള്ളതിന് എനിക്ക് തീർച്ചയാണ്. കാരണം അത്രയും മിടുക്കന്മാരും മിടുക്കികളുമാണ്. US സ്കോളർഷിപ്പും എല്ലാം ലഭിച്ചിരിക്കുന്നവരാണ് ഇവർ. ആ മിടുക്കന്മാരും മിടുക്കുകളെ ഞാൻ അനുമോദിക്കുകയാണ്. ഇവിടെ തൽക്കാലം ഞങ്ങൾ വിരാമം എടുത്തുവെങ്കിലും ആ മനസ്സിലേക്ക് ഞങ്ങൾ കൊളുത്തിയ ആ ദീപം, സിവിൽ സർവീസ് എന്ന ദീപം നിങ്ങൾ അഗ്നിയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ IAS, IAS, IPS, സിവിൽ സർവീസുകാരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അനുഗ്രഹം നേർന്നുകൊണ്ട് നമുക്ക് IAS കാണാം, നമുക്ക് സിവിൽ സർവീസിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.